ചില മനുഷ്യർ അവർക്ക് 2000-3000 സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടാകും. വീടിൻ്റെ കാർപോർച്ചിൽ 1 കോടിയുടെയും 1.5 കോടിയുടെയും ഒക്കെ വിലപിടിപ്പുള്ള വാഹനങ്ങളുണ്ടാകും. അവരുടെ ബാങ്ക് ബാലൻസുകളും സ്വത്തുവകകളും പക്ഷേ അവർക്കുപോലും അറിയില്ല. പലപ്പോഴും അവരുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. ആ ഭവനത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വസ്ഥതയും ഒരു ശാന്തിയും അത്തരം ഭവനങ്ങളിലില്ല. എല്ലാവരോടും ചോദിക്കുമ്പോൾ അസ്വസ്ഥതകളാണ്. എല്ലാ ശീതീകരണ സംവിധാനങ്ങളോടും കൂടി ആ വീടുകളിൽ കിടന്നുറങ്ങുമ്പോഴും ടെൻഷൻ കൊണ്ട്, അസ്വസ്ഥത കൊണ്ട് വിയർക്കുന്ന ചില മനുഷ്യരെ കാണാം. എന്താണ് അതിൻ്റെ കാരണമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൻ്റെ 40-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ചില മനുഷ്യർ ഈ ലോകത്ത് മരിച്ചുപോയ മനുഷ്യരെ പോലെ ജീവിക്കുന്നുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ നൂറ്, വിശുദ്ധ ഖുർആനിൻ്റെ നൂറ് കടന്നു പോകാത്ത അകത്തളങ്ങളാണ് അവരുടെ മനസ്സ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഔ കളുലുമാതിൻ ഫീ ബഹരിൻ ലുജ്ജിയിൻ, അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഉപമ. എന്താണ്? യഗ്ഷാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്. അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ അള്ളാഹു പറഞ്ഞിട്ട്, തിരമാല ആ കടലിനെ പൊതിയുന്നു, അതിനുമീതെ വീണ്ടും തിരമാല, അതിനുമീതെ കാർമേഘം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ളുലുമാതും ബഅദുഹാ ഫൗഖ ബഅദ്, ഇരുട്ടിനുമേൽ വീണ്ടും അനേകം ഇരുട്ടുകൾ. ഇദാ അഖ്റജ യദഹു, അയാളുടെ സമുദ്രത്തിൻ്റെ ഉള്ളിൽ അയാളുടെ കൈ പുറത്തേക്കെടുത്താൽ ലം യക്കദ് യറാഹ, അയാളുടെ കൈ പോലും അയാൾക്ക് ആ ഇരുളിൽ കാണാൻ കഴിയില്ല. വമല്ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. ആ പ്രകാശം എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ നൂറാകുന്ന പരിശുദ്ധ ഖുർആനാണ്. വിളക്കുമാടമെന്ന് പറഞ്ഞത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ നൂറ് കടന്നു വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. എന്നാൽ ഇത്തരം സാമ്പത്തിക ശേഷിയൊന്നുമില്ല, വീടിൻ്റെ റോഡിൻ്റെ ഒരു ചായ്പിൽ പായ് വിരിച്ച് കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ പോലും അള്ളാഹുവിനെക്കുറിച്ച്